ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അവിയലാണ്. അപ്പോൾ സദ്യയിൽ ചില വിഭവങ്ങൾ പോലെ തന്നെ അവിയലിനും വളരെയേറെ പ്രാധാന്യമുണ്ട്. അപ്പം എങ്ങനെ നല്ലൊരു അവിയൽ തയ്യാറാക്കാം, നല്ല രുചിയോടും കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോവാത്ത രീതിയിൽ നല്ലൊരു അവിയൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ നീളത്തിൽ എൻ്റെ അടുത്തുള്ള എല്ലാ പച്ചക്കറികളും ഞാൻ ഇതേപോലെ ഈ ഒരു നീളത്തിൽ മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ നീളത്തിൽ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അവിയലിന് സാധാരണയായിട്ട് നീളത്തിലാണ് കഷ്ണങ്ങൾ മുറിച്ചെടുക്കുക. അപ്പോൾ ബാക്കി കഷ്ണങ്ങളൂടി ഞാൻ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാ മുരിങ്ങാക്കോലാണ് അവിയലിൻ്റെ ഏറ്റവും നല്ലൊരു ഫ്ലേവർ എന്ന് പറയുന്നത്. അപ്പോൾ മുരിങ്ങാക്കോൽ എത്ര ഇടുന്നോ അത്രയും അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പം മുരിങ്ങാക്കോൽ ഞാൻ ഇതുപോലെ ഒന്ന് ചീന്തി കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പം മുരിങ്ങാക്കോൽ ഞാനിവിടെ 2 എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളരിയും ഇളവനൊക്കെ ഒരു 4/1 ഭാഗം, ചെറിയൊരു പീസേ എടുത്തിട്ടുള്ളൂ. 4/1 ഭാഗം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക്, 5 ബീൻസ്, പിന്നെ എടുത്തിട്ടുള്ളത് ചേന ചെറിയൊരു പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പയർ ഒരു 4 2 മീഡിയം സൈസ് ക്യാരറ്റ്, പിന്നെ ഒരു മീഡിയം സൈസ് ഒരു പച്ചക്കായ. അപ്പോൾ ഇത്രയും പച്ചക്കറികൾ ഞാനിതിനി ഒരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്ലെയിം ഇപ്പോൾ ഓൺ ചെയ്യേണ്ട, നമുക്കിതിൻ്റെ മസാലകളൊക്കെ ഇട്ടിട്ട് ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. അപ്പോൾ എല്ലാ പച്ചക്കറിയും ഞാൻ അതിൽ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ആദ്യം പച്ചക്കറിയെല്ലാം ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 3/4 ടേബിൾ സ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് കൈകൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഒരു 1/4 ഗ്ലാസ് വെള്ളം മതി. ഒരുപാട് വെള്ളം ആവശ്യമില്ല. ജസ്റ്റ് കാരണം ഇതിൽ കഷ്ണങ്ങളുടെ തന്നെ ഒരുപാട് വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് ആവി കിടന്ന് ഒരു വെള്ളം കൊണ്ട് തന്നെ ആവി കിടന്ന് കഷ്ണങ്ങളൊക്കെ വേവ് ആവും. അപ്പോൾ കുറച്ച് വെള്ളം മാത്രമേ അവിയലിന് ചേർക്കേണ്ട ആവശ്യമുള്ളൂ. വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ കഷ്ണം വെന്തടിഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അത് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഈ കഷ്ണം വേവായി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു വലിയ തേങ്ങ മുഴുവനായിട്ട് ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിയലിന് കുറച്ച് നല്ലോണം തേങ്ങ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തേങ്ങയിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ജീരകം, 3 പച്ചമുളക് ഇവയിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ഒട്ടും അരയേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. അപ്പോൾ അരവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഷ്ണം ഏകദേശം ആവാറായിട്ടുണ്ട്. തുറന്ന് നോക്കാം. അപ്പോൾ അതേ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഓവറായിട്ട് വെന്തിട്ടില്ല, ഒട്ടും തന്നെ വെള്ളവും ഇല്ല. അപ്പോൾ ഇതിലൊട്ടും വെള്ളമില്ല കേട്ടോ. അപ്പോൾ വെള്ളം ആവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർ ഇതിൽ വെള്ളം അധികമായാൽ അത് കളയരുത്. അത് ഒഴിച്ച് മാറ്റി വേറൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ടത് സാമ്പാറിലേക്ക് ചേർത്താൽ മതി. കാരണം ഈ പച്ചക്കറിയുടെ ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിലുണ്ടാകും. പിന്നെ ഞാൻ ഈ ഒരു കപ്പ് അളവിൽ ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. ഗ്ലാസ് അളവ് പറയുകയാണെങ്കിൽ ഒരു 1-1.25 ഗ്ലാസ് തൈര് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തൈര് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിലേക്ക് അരവ് ചേർക്കുക. ഇല്ലെങ്കിൽ തൈരിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ അവിയൽ വെള്ളമായി പോവും. ഇല്ലെങ്കിൽ നിങ്ങൾ അരവ് ചേർത്തതിന് ശേഷം വാങ്ങി വെച്ചതിന് ശേഷം തൈര് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വയ്ക്കുക. നമുക്കിതിൻ്റെ കഷ്ണങ്ങളൊക്കെ വേവ് പാകമാണോ ഞാൻ കാണിച്ചു തരാം. ചേന വെന്തിട്ടുണ്ട്, തീർച്ചയായും എല്ലാം പാകത്തിനായി നടത്തും. കാരണം ചേനയ്ക്കാണ് കുറച്ച് വേവ് അധികം. പിന്നെ ഞാൻ അതിലേക്ക് നമ്മുടെ അരച്ച് വെച്ച അരവ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് ആ തേങ്ങ ഒന്ന് വേവണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോവും തേങ്ങ വെന്തിട്ടില്ലെങ്കിൽ. പിന്നെ നമ്മൾ തെക്കോട്ടൊക്കെ പോവുകയാണെങ്കിൽ അവർ മാങ്ങയും പുളിയൊക്കെയാണ് ചേർക്കുക. മാങ്ങയുടെ പുളി പാകാവില്ലെങ്കിൽ അതിൽ പുളി ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ രീതിയിൽ തൈരിന് പകരം മാങ്ങ ഇട്ടിട്ടാണ് അങ്ങോട്ടേക്ക് ചെയ്യാറ്. ഇനി ഞാൻ ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് തേങ്ങയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റാണ് കറിവേപ്പിലയും വെളിച്ചെണ്ണയും. ഏറ്റവും നല്ല രുചി കൊടുക്കുന്ന അവിയലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കറിവേപ്പിലയും വെളിച്ചെണ്ണയാണ്. അപ്പം നല്ലോണം കറിവേപ്പില ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് നന്നായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതേ നല്ല അടിപൊളി അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുള്ളൂ. താങ്ക് യു.